Hello, hello, good evening, and welcome to 90 plus double power tuition, the world's first learning assurance model. Yeah, welcome Aditya. Hi, good evening, Aditya. Good evening, Jewel. Good evening, Jodan. Please turn on your camera. Jewel, Jordan, please turn on your camera. Yes, hi, Arunima. Welcome. Yeah, yes, yes. How are you guys? Sugana alarkum. Yeah, yeah, good. Okay. Yeah, that some okay. Joining, right? Yeah, okay. Am I audible? Audio clear ആണോ? Audio is clear, right? Audio and video all are clear, right? Yeah. Okay. Yes, Jodan hand raise ചെയ്തിരുന്നു അല്ലേ? Yeah. Yes, Jodan, tell me. ഇന്ന് വർക്കൗട്ട് സെഷൻ അല്ലേ? അതെ, വർക്കൗട്ട് സെഷൻ ആണ്. ഓക്കെ ഓക്കെ ചോദിച്ചു. അപ്പൊ Okay. ഇന്ന് പറയൂ. ഹലോ, ഇന്ന് എക്സാം കാണത്തില്ലല്ലോ? പറഞ്ഞോളൂ. Okay. ഇന്ന് എക്സാം ഇല്ല. ഇന്ന് വർക്കൗട്ട് സെഷൻ. We will just discuss the questions, okay? ഓക്കെ സർ. Yeah, okay. Okay. Okay, ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് we will just recap the things that we have studied yesterday, right? ഒരു മിനിറ്റ്. Yeah, I think ആർക്കാ മൈക്ക് ഓൺ ആക്കാൻ പറ്റാത്ത? അരുണിമ, what happened അരുണിമ? അരുണിമയ്ക്ക് എന്താ മൈക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത? ഒന്ന് റിഫ്രഷ് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കൂ. ഓർ എനി അതർ ടെക്നിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ I don't know what to do. Okay, please turn on your cameras, മക്കളെ. നിങ്ങൾ ക്യാമറ ടേൺ ഓൺ ചെയ്യൂ, then only I am able to see your face. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, എനിക്ക് ക്ലാസ് നേരെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് എനിക്ക് കാണണം. Okay, okay. Myself Abhinaya, I am your today's physics teacher. So today is day one concept session. Okay, sorry, today is day one workout session. We completed the concept session. Okay, I think everyone are refreshment എല്ലാം കഴിഞ്ഞ് all set for the tuition, right? അല്ലെ? സ്കൂളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആ ട്യൂഷൻ ഇരിക്കണം എന്നൊക്കെ അറിയാം. പക്ഷെ വി വിൽ ബി എനർജറ്റിക് സോ ദാറ്റ് വി ക്യാൻ സ്റ്റഡി വെരി, എന്താ പറയാ, ഈസി ആയിട്ട് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി എനർജറ്റിക്. സോ റിഫ്രഷ്മെന്റ് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കണു. ഓക്കെ. യാ, സോ ഇന്ന് നമുക്ക് വർക്ക്ഔട്ട് സെഷൻ ആയതുകൊണ്ട് ബിഫോർ ദിസ് സ്റ്റാർട്ടിംഗ് ദി ക്ലാസ് വി ജസ്റ്റ് ഹാവ് വാട്ട്, ഒരു സ്മോൾ റീക്യാപ്പ്. നമുക്കൊരു റീക്യാപ്പ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളുടെ ഒരു ചെറിയ റീക്യാപ്പ് ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് വി വിൽ സ്റ്റാർട്ട് ദ വർക്ക്ഔട്ട്. ഓക്കെ, അപ്പം ആ വർക്ക്ഔട്ട് സെഷനിൽ നിങ്ങൾക്കറിയാം, യു ഗൈസ് ഹാവ് ടു ബ്രിങ് എ ബുക്ക് ആൻഡ് എ പെൻ വിത്ത് യു. ഞാൻ സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഓൾ ഓഫ് യു ഹാവ് ടു ആൻസർ. ഓക്കെ, ഐ വിൽ കോൾ വൺ ബൈ വൺ. ഞാൻ വിളിക്കുന്ന ആൾക്കാർ അതിനനുസരിച്ച് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ആൻസർ പറഞ്ഞു പോവാം. ഇതാണല്ലോ നമ്മുടെ റുട്ടീൻ, അല്ലെ? നമ്മുടെ ഡബിൾ പവർ മോഡൽ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ, അല്ലെ? ദാറ്റ് ഇസ് വൺ ഡേ കോൺസെപ്റ്റ്, വൺ ഡേ വർക്ക്ഔട്ട്, സോ ദാറ്റ് ദ ടോപ്പിക് വിൽ ബി തറോ ബൈ യുവർ സെൽഫ്. നിങ്ങൾ നല്ലോണം അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ 2 ഡേ ഡബിൾ പവർ എന്നുള്ള രീതിക്ക് എടുക്കുന്നത്. ഓക്കെ, സോ റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, ഐ വിൽ ഷെയർ ദ സ്ക്രീൻ സോ ദാറ്റ് ഓഡിയോ ഒക്കെ ആണല്ലോ, അല്ലെ? ഓഡിബിൾ? Yeah. And what about video? Is all are okay, right? Okay, അല്ലേ? Okay.
Jewel is only moving her head. Yes. Yeah, is it visible? Visible on screen? Hello. Screen visible ആയിരുന്നോ ഞാനിപ്പോ ഷെയർ ചെയ്തപ്പോ? Anvitra, you just okay. ഇപ്പം ഇവിടെ എത്തിയതേ ഉള്ളോ? Okay. Yeah. Okay, done. Yeah. Is it visible മക്കളെ? സ്ക്രീൻ കാണുന്നുണ്ടോ? ആദിത്യ കാണുന്നുണ്ടോ സ്ക്രീന്? Okay, done. Okay. Yeah. So we will have just a recap. Okay. നമുക്ക് റീക്യാപ്പിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വർക്ക്ഔട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡേ 1 നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ യെസ്റ്റർഡേ പഠിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവുന്നു. Okay. I think you guys have remembered the topics that we have learned yesterday. Okay. That is നമ്മുടെ ചാപ്റ്റർ എന്തായിരുന്നു? ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് അല്ലേ? around us അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മൾ ചുറ്റും കാണാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഏതിലൂടെയാണ് കാണുന്നത്? അതായത് മെയിൻ സെൻസ് ഓർഗൻ, നമുക്ക് ഹിയറിംഗ് വാട്ട് എവർ വേറെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഒന്നും കൂടെ അലൈവ് ആയിട്ടിരിക്കാൻ നമ്മൾക്ക് വേണ്ട ഒരു സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ഹ്യൂമൻ ഐ ആണ്. നമ്മൾ ഫസ്റ്റ് അതിനെ കുറിച്ച് പഠിച്ച സ്ട്രക്ചർ ഓഫ് ഐ ആയിരുന്നു. അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പാർട്സ് അല്ലെ? സ്ട്രക്ചേഴ്സിൽ ഡിഫറെന്റ് പാർട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ദാറ്റ് ഇസ് സിലിയറി മസിൽസ്. ഓക്കെ. ഹു ഈസ് ഗോയിങ് ടു റീഡ്? ആരാ വായിക്കാൻ പോണേ? Dhananjay, can you please read the structures? Yeah, Franklin, I will give you a chance. Okay, next ഞാൻ ചാൻസ് തരാം. അതോ വേറെ എന്തെങ്കിലും പറയാനാണോ? Yeah, you can read, Dhananjay. വായിച്ചോളൂ. മ്യൂട്ട് ആയോ? വായിച്ചോളൂ. Yes, I can't hear your voice. Yes. കുറച്ചായിട്ടേ കേൾക്കുന്നുള്ളൂ. പറയൂ, വായിച്ചോളൂ. I don't know, is there any issue there? But because stuck ആയിട്ടാണ് എനിക്ക് കേൾക്കണേ. ഹലോ കേൾക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് അതേഴ്സ്? അതായത് വേറെ വോയിസ് എനിക്ക് ധനജയത് ഭയങ്കര സ്ലോ ആയിട്ടാണ്, ഐ മീൻ ലോ വോയിസിലാ കേൾക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, എന്തെങ്കിലും പറയൂ. ഓക്കെ, കേൾക്കുന്നില്ല. ഹലോ കേട്ടു. ഓക്കെ, ഐ വിൽ ഗീവ് ചാൻസ് ടു. ഇതിൽ ക്യാമറ ടേൺ ഓൺ ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ. ഞാൻ ഇങ്ങനെ പേര് വിളിച്ച് പറയാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ. ജീവൻ, എട്ടോയ്, ഫ്രാങ്ക്ലിൻ, Meha, Fatima, Adnail, please turn on your cameras. And Franklin, you can read this.
Only one person have said that some issues on their camera. It is Anumitra and one more is there, no? Yeah, Anumitra and Arunima. Okay. ബാക്കിയുള്ളവർക്ക് ഒരു ഇഷ്യൂവും ഇല്ല. അപ്പൊ please turn on it, okay? Franklin, yes. Please turn on your camera and read. ഇവിടെ വായിച്ചോളൂ. വായിക്കുന്നുണ്ടോ? എന്ത് പറ്റി? എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂ ആണോ അതോ മ്യൂട്ടായി പോയോ? യാ, വായിച്ചോളൂ. വായിച്ചോ. സ്ട്രക്ചർ ഓഫ് ഐലർ പാർട്സ്. ഏതൊക്കെയാണ് പാർട്സ്? സിലറി മസിൽസ്. ഓക്കേ. അത് കഴിഞ്ഞ് ലെൻസ്. ഐറിസ്. അത് കഴിഞ്ഞ് പൂപ്പിൾ. കോർണിയ. ഓക്കേ. അക്വസ് ഹ്യൂമർ. അത് കഴിഞ്ഞ് റെറ്റീന. കഴിഞ്ഞ് വിട്രിയസ് ഹ്യൂമർ. അത് കഴിഞ്ഞ് ഒപ്റ്റിക് നെർവ്സ്. ഓക്കേ, ഇതാണ് പാർട്സ്. എന്താ? ഇതിന്റെ മുമ്പാണ് ഇപ്പൊ കാണിച്ചത്. കാണിക്കാമോ? ഇതാണോ? അത് ഡയഗ്രാം അല്ല, മറ്റേ ഒരു ഇപ്പൊ കാണിച്ചില്ല, എന്തോ കളർഫുൾ. ഡെഫിനിഷൻ ആണോ? യെസ് ജോർദൻ. യെസ്, ടെൽ മീ. ടെസ്റ്റിന്റെ സ്ക്രീൻ ചെറുതായിട്ട് ബ്ലർ ആവുന്നുണ്ടോ? ചെറുതായിട്ട്. ചില സമയത്ത് ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലെ? ചില സമയം നെറ്റിന്റെ ആയിരിക്കും. ഓക്കെ, ശരി. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? പാർട്സ് അല്ലെ? സ്ട്രക്ചർ ഓഫ് ഐസിൽ നമ്മൾ ഡിഫറെന്റ് പാർട്സ് പറഞ്ഞു. ഇനി ഇത് ഓരോന്നിന്റെയും നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു അല്ലെ? ദാറ്റ് ഇസ് നമ്മുടെ ഐബോൾ. നമ്മുടെ ഐ സോക്കറ്റിനകത്ത് ഫിക്സ് ആയിരിക്കുന്ന ഭാഗമാണ് ഐബോൾ. അതിന്റെ സ്പെറിക്കൽ ഷേപ്പ് ആണ് എന്ന് പറഞ്ഞു അല്ലെ? വാട്ട് അബൌട്ട് ദ സൈസ്? I mean diameter. എത്രയാണ് ജുവൽ diameter of our eyeball? 2.3 centimeter, ma'am. Yes, 2.3 centimeter അല്ലേ? Yes. Yeah. Okay. Then next എന്ന് പറയുമ്പോൾ കോർണിയ. നമ്മൾ ഓരോ പാർട്സ് ആയിട്ട് നമ്മൾ പഠിച്ചു. കോർണിയ എന്ന് പറയുമ്പോൾ എന്താ? The light enters through cornea. It is a transparent membrane. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിഫ്രാക്ട് ദ ലൈറ്റ് അലോങ് വിത്ത് ദ ലെൻസ് അല്ലെ? ലെൻസിനോടൊപ്പം ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യുന്ന ഭാഗം ഏതാണ്? കോർണിയ ആണ് അല്ലെ? ദെൻ അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ വാട്ടറി ഫ്ലൂയിഡ് പ്രസന്റ് ബിറ്റ്വീൻ ദ കോർണിയ ആൻഡ് ലെൻസ്. നമ്മുടെ ലെൻസിന്റെയും കോർണിയയുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്രസന്റ് ആയിരിക്കുന്ന വാട്ടറി ഫ്ലൂയിഡ് ആണ് എന്തെന്ന് പറയുന്നത്? അക്വസ് ഹ്യൂമർ അല്ലെ? Then iris, it is a pigmented color of the eye, visible externally. നമുക്ക് പുറമേ കാണാൻ പറ്റുന്ന നമ്മുടെ ഭാഗം. എന്താണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? What is the main function of it, Anan? Tell me. എന്താണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് iris? Iris, it controls the diameter of pupil according to the light source. Yes, very good. According to the light source, it controls the diameter of the pupil, right? And pupil എന്ന് പറയുമ്പോൾ that is a small aperture located in the center of iris. Iris നമ്മുടെ കണ്ണില് ആ കൃഷ്ണമണി, അതിനെയാണ് നമ്മൾ pupil പറയാ, ബ്ലാക്ക് കളർഡ് പാർട്ട് അല്ലെ? അതിൽ എന്താ ചെയ്യുന്ന? ലൈറ്റ് അലോ ചെയ്യുന്നത്, റെറ്റിനിലോട്ട് ഫോൾ ചെയ്യാൻ അലോ ചെയ്യുന്നത് ഏതാണ്? ഇറ്റ് ഇസ് pupil. Okay. Then lens and ciliary muscles. ലെൻസ് എന്ന് വെച്ചാ നമ്മുടെ ഐയിലുള്ള ലെൻസ് ഏത് ലെൻസ് ആണ് രാഘവ്, ദർശിനി? നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏത് ലെൻസാ? കോൺവെക്സ് ലെൻസ് അല്ലെ? കോൺവെക്സ് ലെൻസ്. അപ്പം ലെൻസിന്റെ പ്രോപ്പർട്ടി എന്താ? ലെൻസിൽ എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ്
That is image form ചെയ്യുമ്പം what happened to the convex lens? Is it converges or diverges? You are muted. Yeah. Converge ആണോ ചെയ്യുക, diverge ആണോ ചെയ്യുക? Convex lens ആകുമ്പോ It converge. yes, it converge അല്ലേ? Converge ആണ് ചെയ്യുന്നത്. Convex lens ആകുമ്പോ എന്താ ചെയ്യുക? Converge ചെയ്യും. Then ciliary muscles are there. What is the function of ciliary muscles, Arunima? You can unmute ചെയ്യാൻ പറ്റുന്നില്ലേ? Okay. Okay. Adinath? Adinath, what is the function of ciliary muscles? It adjusts the focal length of convex lens. Yes, very good. It adjusts the focal length of the convex lens അല്ലേ? Convex lensന്റെ രണ്ട് ഭാഗത്തായിട്ട് ഇപ്പം ലെൻസിന്റെ ഇമേജ് നമ്മൾ വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പൊ ലെൻസ് എന്നുണ്ടെങ്കിൽ ആ ലെൻസിന്റെ രണ്ട് ഭാഗത്തും അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസ് ആണ് സിലിയറി മസിൽസ്. സിലിയറി മസിൽസ് എന്താ ചെയ്യുക? ഇറ്റ് അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത്. അത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? Then vitreous humor എന്താ? It is a jelly-like substance present between the lens and the retina. Okay. Yeah, good. Retina എന്ന് പറഞ്ഞാൽ എന്താ? The image formation അല്ലെ? Image formation സംഭവിക്കുന്നത് ഇവിടെ കാണുന്നില്ല. Okay. Image formation is happening in retina. Retinയിൽ എന്താ ഉള്ളത്? What is the property of retina? Retinയുടെ main function അല്ലെങ്കിൽ എന്താണ് മേഹ ഫാത്തിമ? What is the main function of retina? Yes, ma'am. What is the main function of retina? Retina എങ്ങനെയാണ്? Retinയുടെ function എന്താ? Image formation. Image formation. What type of image is formed? What is the characteristics of the image formed in retina? Concave. In convex lens ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ characteristics എന്താ? Image form ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഇമേജിന്റെ characteristics എന്താ? Do you know what is the characteristics of the image formation? ഓർക്കട്ടോ? Something. അതായത് ഉദ്ദേശിക്കണത് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻസർ ആയി പോകും. നമുക്ക് കോൺവെക്സിലും കോൺകേവിലും ഫോം ചെയ്യുന്ന ഇമേജസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അറിയാലോ. അറിയോ? അറിയും. കോൺവെക്സിൽ എങ്ങനെയുള്ള ഇമേജാണ് നമുക്ക് കിട്ടുക? വെർച്വൽ, റിയൽ, ഇൻവേർട്ടഡ്, എറക്ട്. അതേതാ? Real and inverted. യെസ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടുക. എങ്ങനെയാ കിട്ടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ഒപ്റ്റിക് നെർവ് എന്താ ചെയ്യുക? ദാറ്റ് ഇസ് ദ ഇലക്ട്രിക് സിഗ്നൽസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഒപ്റ്റിക് നെർവ് ടു ദ ബ്രെയിൻ. ഓക്കെ, ഇനി വർക്കിംഗ് ഓഫ് ഐ ആർക്ക് പറയാൻ പറ്റും? വർക്കിംഗ് ഓഫ് ഐ, ഹു ഈസ് ഗോയിങ് ടു ഡിഫൈൻ ദ വർക്കിംഗ് ഓഫ് ഐ? ഐ വിൽ കോൾ. ഓക്കെ, ഞാൻ വിളിക്കാം. ജീവൻ. Jeevan, are you there? No response. Ananya? Ananya, are you there? No response. ഇവിടെ എന്താ നിങ്ങളുടെയൊക്കെ ക്യാമറ ഓഫ് ആണ്. Ananya? Yes. Ananya is here. Not at home. You are That's not why. at home? You know, Okay, ma'am. you are traveling or something else? I have family function here, so it's I'm going You there. are. Yeah. Okay. Then. Okay. Sorry, ma'am. Yeah, it's okay. Okay, Adnail, why your camera is off?
Adnil, Abhi. Okay. No response from Adnil. അപ്പം നമുക്ക് ഹാൻഡ് റേസ് ചെയ്ത ആളെ കൊണ്ട് ചോദിക്കാം. Jwel, tell me. Yes, Jwel? Ma'am, first this ray of light, it passes through cornea, Mm. and Okay. and after that it passes through the pupil and falls on the lens. Mm. The convex lens, it will get it converges, and the light rays produces a real and inverted image on Okay. retina. Yeah, okay. On retina. Done. Then The sensitive cells in the retina then produce electrical signals. okay. Good, very Uh, good. It is carried through optic nerve to the Yeah. brain. Yes. After that, After that, we can it comes back to the eye, yes, very good, very good. and And the image is visible for us. yes, very good, Jwel, very good. Okay. Yeah, Muhammad Naseeb, I got your answer. Very good, Muhammad. Naseeb, you also got good answer, right? ഞാൻ കണ്ടു ട്ടോ. Very good. ചാറ്റിൽ ആൻസർ ടൈപ്പ് ചെയ്തിടുന്നവർക്ക് ഓക്കെ ആണ് കേട്ടോ. ഞാനത് വായിക്കുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഫങ്ഷൻസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു സിമ്പിൾ ആയിട്ട്. ദ നേച്ചർ ഓഫ് ദി ഇമേജ് അതിന് ഓർത്ത് വെക്കുക. ഇറ്റ് ഇസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ റെറ്റിന. റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് അല്ലെ? നമ്മൾ ഇന്നലെ പിക്ചർ കണ്ടായിരുന്നു. ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് പവർ ഓഫ് അക്കോമഡേഷനെ കുറിച്ചിട്ടാണ്. Adi Keshav, can you tell me what is power of accommodation? Adi Keshav, no response. What happened? Your camera is off and you are not responding. And Arjav, tell me, Arjav. Yes? Unmute ആയ പറയാൻ പറ്റുന്നില്ലേ? Arjav? Yes, Franklin? ടീച്ചർ നേച്ചർ ഓഫ് ഇമേജ് കാണിക്കാണ്. എന്താ? നേച്ചർ ഓഫ് ഇമേജ് ഏതായിരുന്നു? Real and inverted image on the retina. Okay. Yeah, Arjav, please raise your hand. ടീച്ചറെ ഞാൻ ആൻസർ പറയാം. ഏതിന്റെയാ? ഒരു മിനിറ്റ്. പവർ ഓഫ് അക്കാഡമി പവർ ഓഫ് അക്കോമഡേഷൻ. ഒരു മിനിറ്റ് നോക്കട്ടെ. Ma'am, Yes, the ability of eye lens to see both near and distant objects by adjusting its focal length is called the power of accommodation of eye. Yes, very good. നമ്മുടെ കണ്ണിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലേ? ദാറ്റ് ഇസ് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് മെയിൻ ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈ ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ലെൻസിന് സ്വയമായിട്ട് നിയർ ബൈ ഓർ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെ കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഫോക്കൽ ലെങ്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയാം. ഓക്കെ, യാ. ഇനി രണ്ട് കേസസ് ആണ് ഉള്ളത്. പവർ ഓഫ് അക്കോമഡേഷന് രണ്ട് കേസസ് ആണ് ഉള്ളത്. ആദിത്യ, ക്യാൻ യു ടെൽ മീ വാട്ട് ഹാപ്പൻ വെൻ വി വ്യൂ നിയർ ബൈ ഒബ്ജക്ട്സ്? അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണും. പറയൂ. Lens become what increases focal length. അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ഫോക്കൽ ലെങ്ത് increases or decreases? Decreases. Then what happened to our lens and ciliary muscles? Lens become thick. Yeah, okay. Muscles Then contract.
muscles contract. This is the case of what? Nearby object, alle? Yeah. Viewing nearby object. Okay. And Vaika, can you tell me what happened when we view a distant object? Ciliary muscles will relax. Yes, ciliary muscles will relax. Then Lens becomes thin. lens become thin and Focal length increases. focal length increases. Very good. Okay. നമ്മൾ പറഞ്ഞ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിയർ പോയിന്റ് ആണ് അല്ലെ. നിയർ പോയിന്റ്, ദേവ്ദാര, ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് നിയർ പോയിന്റ്? ദേവ്ദാരയാണ് കേട്ടോ. Miss, minimum distance at which eyes can see object clearly. It's also known as least distance of Vision. distinct vision. Yeah, okay. Okay, good, very good. Okay. Then Faiha, what is the near point of a person having normal eye vision? Please unmute yourself. പറയൂ മോളെ. 25 centimeter. Yes, very good. 25 centimeter. Very good. Okay, Nora, what is far point? The farthest distance in which the eye can see objects clearly is known as farthest distance. Okay, that is far point. Okay, then the distance, that is far point എത്രയാ ഒരു normal human vision ഉള്ള ഒരു വ്യക്തിക്ക് far point എന്ന് പറയുന്നത് എത്രയായിരിക്കും? Far point is Nora. No, sorry. Infinity. Yeah, infinity. Yeah, okay, good. So this is what we discussed in the yesterday's class. Okay, I think the concepts are clear for all of you. And now we are going to switch on the next PPT, that is our workout session, okay? Yeah. Okay, chat il kore pere. Aditya CL, very good. Arjav also answering. Yeah, Franklin, what define the term means? You want me to explain once again the topics? ഇതാണോ ഉദ്ദേശിക്കണേ? Yeah, okay. So we are at the workout day 1. So എനിക്ക് എല്ലാവരും വെറുതെ സ്ക്രീൻ നോക്കി ഇരിക്കാണ്ട് ടേക്ക് യുവർ ബുക്ക് ആൻഡ് പെൻ. Don't need to write the questions. Questions എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. You guys have to only write the answers. Okay, I will call one by one. ചാടിക്കേറി മുഴുവൻ ആൻസറും പറയണ്ട. ഞാൻ ഇങ്ങനെ ചോദിച്ചു വരാം. ചിലപ്പം മേ ബി ക്വസ്റ്റ്യൻസിലുള്ള കാര്യങ്ങളായിരിക്കില്ല ഞാൻ ചോദിക്കുന്നുണ്ടാവുക. നമ്മൾ ഇന്നലെ പഠിച്ച അല്ലെങ്കിൽ ഇപ്പൊ റീക്യാപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ ചോദിക്കും. അപ്പൊ വിളിക്കുന്ന ആള് അൺമ്യൂട്ട് ചെയ്യുക. Okay, after that ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. Okay, so I'm going to display the questions. So all of you have to write the answers only. Okay, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഒന്നും കൂടെ തറോ ആക്കാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമ്മൾ അത്രയും നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കോൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ പിന്നെ okay, Adikesh, noted. Yeah, so you guys can write your answers ഒരു 5 minutes. അപ്പോഴേക്കും ഇതിലുള്ള 4 ക്വസ്റ്റ്യൻസും വായിച്ച് just answer ചെയ്തോളൂ. I will call one by one, so you guys have to tell me the answers.
ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം എന്താവുക ചെയ്യത്തുള്ളൂ, ഇറ്റ് വിൽ മെമ്മറൈസ്, റൈറ്റ്? ദാറ്റ് ഈസ് ദ എയിം ഓഫ് ദ ടുഡേസ് സെഷൻ, വർക്ക്ഔട്ട് സെഷൻ എന്ന് പറയുന്നത്. സോ പ്ലീസ് സ്റ്റഡി, റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ യുവർ ബുക്ക്. ഐ വോണ്ട് ടു സീ എവ്രി വൺ. ഞാൻ ഇടയിൽ ചോദിക്കും ഒരാളോട് സ്ക്രീനിൽ, ജസ്റ്റ് ഷോ മീ യുവർ ബുക്സ്, അപ്പൊ കാണിച്ചിരിക്കണം. ഓക്കെ, അത് ഇന്ന ആളെന്ന് ഉണ്ടാവില്ല, റാൻഡംലി ഐ വിൽ കോൾ. ഓക്കെ, സോറി. Okay, Muhammad Nasib is putting answers. Okay, good, very good. Anana is also writing the answers. Okay. Yes. Yes, Franklin. ടീച്ചറെ ഇത് തുടങ്ങിയതേ ഉള്ളോ? കൊറേ ഒന്നുമില്ല, ഇനി ഒരു സ്ലൈഡും കൂടെ. എന്തു പറ്റി? അങ്ങനെയല്ല ടീച്ചറെ പറഞ്ഞ, ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ കാണിച്ചതേ ഉള്ളൂ ജസ്റ്റ്. എന്താ മനസ്സിലായില്ല? പറഞ്ഞ ടീച്ചറ് ഇപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഇപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ, ജസ്റ്റ് ചോദിച്ചത്. അതെ അതെ അതെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴാണ് നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്ര നേരം നമ്മൾ റീക്യാപ്പ് ആയിരുന്നു, ഇപ്പോഴാണ് നമ്മൾ വർക്ക്ഔട്ട് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ. ടീച്ചർ ഇത് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കാണിക്കണേ. ഓക്കെ, അതിന്റെ ആൻസർ എന്തായാലും ഡിസ്കസ് ചെയ്യും കേട്ടോ. അറ്റ് ദി എൻഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതി കാണിക്കും കേട്ടോ. യെസ് ജോദാൻ. അംസിന്റെ ഫംഗ്ഷൻ എഴുതണോ അതെന്താന്ന് മാത്രം എഴുതിയാൽ മതി? എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഫോളോയിങ് പാർട്സ് അല്ലേ പറഞ്ഞിരിക്കണേ? ഏതാ ചോദിച്ചേ? 4th വൺ അല്ലേ? അല്ലേ? അതിന്റെ ഫങ്ഷൻസ് എഴുതണം. ഓക്കെ. ഓക്കെ, ഐ എം ഗോയിങ് ടു കോൾ ദ നെയിംസ്. ഓക്കെ, ഞാൻ പേര് വിളിക്കാൻ പോവാണേ. യെസ്, ഫസ്റ്റ് ഐ എം ഗോയിങ് ടു കോൾ. ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരെ പിടിക്കാം. അതിൽ ഇഷ്യൂ പറഞ്ഞ ആൾക്കാർ കുറച്ച് പേരുണ്ട്. Blaze, what happened? You are not able to turn on your camera, right? Yes, ma'am. Yeah, but you can read the question and tell me the answer, right? Yes, ma'am. Yeah, you can read the first one, okay? What is the diameter of the eyeball? 2.3 centimeter. Yes, very good. What is the diameter? What is the shape of the eyeball? Spherical. Yeah, good, very good. Okay. Okay, next I'm going to call Ansif. Yeah. Ansif. Poyo. Yeah, Ansif. What is the near point of normal eye? What is the near point of a normal eye? 25. 25 centimeter, right? Yes. Yes, good. Good, very good. Okay. Next I'm going to call Jeevan. Appade reply ചെയ്തായിരുന്നോ? No. Aditya, can you read the third question? What is the far point of a normal eye? What is the power point of a normal eye? Infinity. Infinity, very good. Yes, Gaurav. Gaurav, are you there? Gaurav? No response. Adikeshav, okay, called you. Adinath, Yes, ma'am. can you read the fourth question, Adinath? All right. Explain the functions of the following parts of the human eye. Okay. You can tell me the function of the first one. Option A. A function matram parayu. Cornea, it is a transparent membrane that light enters through.
Okay. What will do? Means ഒരു light enter ചെയ്യുമ്പോൾ cornea എന്താ ചെയ്യാ? How does that cornea? What will that cornea do? Cornea എന്താ ചെയ്യാ? It forms A transparent membrane. That is the first point. Okay. Second one. അതായത് what is the main function of it? Cornea എന്താ ചെയ്യാ? light enters through it, right? എന്താ? Light enters through it, right? ഓക്കെ. യെസ്, ലൈറ്റ് എൻഡേഴ്സ് അല്ലെ. ലൈറ്റ് എൻഡർ ചെയ്യുന്നത് അതിലൂടെയാണെന്ന് നമുക്ക് പറയാം. ഇറ്റ് റിഫ്രാക്ട്സ്. ഓക്കെ, അതാണ് ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യിപ്പിക്കുകയാണ് കോർണിയയുടെ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു കോൾ Ashtami. Yes, ma'am. Ashtami, can you tell me the function of lens? Function of lens. It was. It is the. Ma'am, കേക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. It changes its curvature and thickness to focal length onto retina. Okay. Then adjustment allows the eye to clearly view objects. Yes, okay. Okay, good, very good. Etoy. Yes, ma'am. Etoy, which lens is used in our eye? നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാ? Convex lens. Convex lens. What is the nature of the image formed in convex lens? Real inverted. It's a diminished, but it will be brain converted into a rect image. Yes, very good, Etoy. Okay. Next is sorry. Muhammad Naseeb. Yes. Yes. Can you tell me the function of iris? It is the thin membrane see behind the corneas. It is responsible of the color of eyes. It regulates the size of pupil. ഒന്നും കൂടെ പറഞ്ഞേ. It is the thin membrane see behind the cornea. Okay. It is responsible of the color of eyes. It is not response. It is the pigmented part. It is not responsible. It is the pigmented part. Okay. Okay. It regulates the size of pupil. Okay, good. It regulates the size of the pupil. Okay. That is the main function. That is that controls the diameter of the pupil. അല്ലെ, pupilന്റെ diameter control ചെയ്യുക എന്നുള്ളതാണ് ആരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഐറസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിഗ്മെന്റഡ് പാർട്ട് ദാറ്റ് ഇറ്റ്സ് കൺട്രോൾ ദ ഡയമീറ്റർ ഓഫ് ദ pupil. അല്ലെ? Yes, Gaurav. A thin circular structure responsible for controlling the diameter. Yes, very good. Is it correct? It's correct. Okay. Then ലെൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇനി ആർക്കാ പറയാൻ പറ്റുക? It is a transparent convex lens. Okay. It's a transparent convex lens. അല്ലെ? ലെൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിഫ്രാക്ട്സ് ദ ലൈറ്റ് and focuses to retina. അല്ലെ, റിഫ്രാക്ട് ചെയ്യുക along with cornea. കോർണിയയുടെ ഒപ്പം ലെൻസ് എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് റിഫ്രാക്ട്. അല്ലെ, ഇറ്റ്സ് റിഫ്രാക്ട് ദ ലൈറ്റ്. It's refract the light along with the cornea. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. You guys can answer. ബാക്കിയുള്ളവർ ആൻസർ ചെയ്തോളൂ.
അർജവ് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അർജവിന്റെ ഡൗട്ട് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഐറിസ് കൺട്രോൾ ദ ഡയമീറ്റർ ഓഫ് പ്യൂപ്പിൾ ഇൻ ഡിം ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് ബയോളജിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദാറ്റ് ഇസ് അതൊരു ഒരു ക്യാമറ പേച്ചർ നമ്മൾ ലൈറ്റ്സിനനുസരിച്ച് ക്യാമറയുടെ നമ്മൾ ഫിലിംസ് അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ, നമ്മുടെ ക്യാമറയുടെ ലെൻസ്. അതേ സെയിം ഫംഗ്ഷൻ ആണ് ഐറിസിന് ഉണ്ടാവുക. ലൈറ്റ്സ് ഡിം ആണോ ബ്രൈറ്റ് ആണോ അതിനനുസരിച്ചിട്ട് പ്യൂപ്പിളിന്റെ ഡയമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യും. സോ ദാറ്റ് നമുക്കിപ്പം ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോഴും ഡിം ലൈറ്റ് വരുമ്പോഴും നമ്മുടെ ഐലൻസ് നമുക്ക് എന്താ പറയാ നമ്മുടെ പ്യൂപ്പിൾ ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് ഡാമേജ്, റൈറ്റ്? സോ അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു ക്യാമറ അപ്പീച്ചർ പോലെ ആക്ട് ചെയ്യുന്ന പാർട്ടാണ് നമ്മുടെ ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ബയോളജിയിൽ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, യാ. Okay, everyone is Aditya is answering, Gaurav is answering, I'm reading. Okay, yeah, yes. I called Blaze, right? Blaze ne ഞാൻ വിളിച്ചു. 12 Gaurav, yeah, okay. ഇനി വിളിക്കാത്ത ആൾക്കാരനെ ഞാൻ നോക്കട്ടെ. I'm going to call Naivedya. Yeah. Yes, ma'am. Okay, you just tell me what is power of accommodation. അത് മാത്രം define ചെയ്താൽ It is the ability of the eye to see both nearby and distant objects clearly by adjusting its focal length. Yes, that is near objects ആണെങ്കിലും distant objects ആണെങ്കിലും focal length adjust ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്? That is our power of accommodation, the main ability of our lens to adjust the focal length. അല്ലെ? ഇനി I'm going to call Dhananjay, can you answer? ഇപ്പം okay ആയോ? Am I audible? Yes, now it's audible. Can you tell me how the lens modify to see രണ്ടും പറയണ്ട, നിയർ ബൈ ഒബ്ജക്ട്സിനെ കാണുമ്പോൾ അതെങ്ങനെയാ മോഡിഫൈ ആവുന്നത്? ലെൻസിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാ നിയർ ബൈ ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്യുമ്പോൾ? The focal length distance become less, decreases. Okay, focal length എന്ത് സംഭവിക്കുന്നു? Yeah, focal length decreases, muscles contracts. Okay, what about the ലെൻസിന്റെ thickness എങ്ങനെയായിരിക്കും? It will be very thick. Yeah, it will be very thick. Okay, it will be very thick. Very good, Dhananjay, very good. Okay, next I'm going to call Adinel. You didn't respond earlier. Are you there? Yes, ma'am. Yes. Can you tell me how the lens modify the distant objects? Fifth one, right? Yeah, fifth one. Distant objects ne modify ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ഉള്ളത് പറയൂ. The muscle called ciliary, muscle ciliary relaxes, which contracts and pulls ligaments. Muscles. And alla, 1 minute. When we viewing the distant object, is the muscles contracts? That's what you are saying? No, it pulls. It pulls. Sorry. Yeah, that means it's relaxed. Okay, that is when viewing the distant object, what happened is muscles relaxes. Okay, then the ligament gets tight. Thin. Thin. Ligaments get thin. Okay, ligaments get thin. Okay. So it increases the focal length, allowing focal length. Allowing Yes, okay. a parallel right rays from a distance to enter perfectly into a retina. Yes, okay, good. Okay.
ഇനി ഞാൻ വിളിക്കാത്തത് ആരെയാ? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഇനി ഞാൻ വിളിക്കാത്ത ആൾക്കാരൊന്ന് കൈ വീശ്. ഇതുവരെ വിളിക്കാത്ത ആൾക്കാര്. Anumitra. Okay. Anumitra, define the near point. Only near point, okay? Yes, ma'am. So, the minimum distance at which the eye can see objects clearly is called the near point. For Yeah, a that is. normal eye, it is up to 25 centimeters. Okay, very good, Anumitra. Yes, Meha. Yeah. Tell me what is far point? The farthest point up to which the eye can see clearly. The farthest point at which the eye can see clearly. Right. Okay, good. Okay. What is the value? That is, how much is that point for that? Far point at 3 and Infinity. No, infinity. Very good. Very good, Malay. Okay. Any next question? Anand, can you show me your answers that is in the book to the screen? Your camera. Yeah. Okay, okay, good. Very good. Okay, done. Okay. Next, Vaiga, can you explain the nature of the image formed in retina? Real and inverted. Real and inverted image ആണല്ലേ? That is, it is real and inverted. Okay, real and inverted image. Okay. ഞാൻ മാറി എഴുതിയില്ലേ? താഴെയാണ് എഴുതേണ്ടത്. Real and inverted. Okay. Next, next I'm going to call Anumitra. I called Nanya. I called. Okay, Anumitra, I got your message. Yes. Is anyone else that I didn't call name? ഇതുവരെ ഞാൻ വിളിക്കാത്ത ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു തവണ പോലും വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ they can raise your hands. I think almost ആരെങ്കിലും ഉണ്ടോ? ജീവൻ, ജീവൻ ഇപ്പോഴും റെസ്പോൺസ് ഇല്ല. ജീവൻ, are you there? Adikeshav, you answered, right? Adikeshav answer പറഞ്ഞാണോ? Yeah. ആൻസേഴ്സ് എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് റെറ്റിന ഇൻ ദ വിഷൻ. അത് പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് അതിന്റെ ഐ മീൻ എങ്ങനെയാണ് നമ്മുടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്ന, എങ്ങനെയാണ് ഐസിൽ നമ്മുടെ ഇമേജ് ഫോർമേഷൻ എന്നുള്ളത് കുറച്ചായിട്ട് ആരാ ഡിഫൈൻ ചെയ്യാൻ പോണേ? Who is going to define that?
സാവിയോനെ ഞാൻ ഇതുവരെ വിളിച്ചില്ലല്ലോ. Yes, ma'am. Yes, Savio, can you tell? Ma'am, പറയൂ. the role of retina in vision. പറഞ്ഞോ, അതിന്റെ ആൻസർ പറഞ്ഞു. അതല്ലേ യെസ്. ഇമേജ് ഫോം ചെയ്യാൻ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യും. പിന്നെ എന്ത് സംഭവിക്കും? ഒപ്റ്റിക് നെർവ്സിലോട്ട് വിടും സിഗ്നൽസ്. ആ ഇമേജിന്റെ നേച്ചർ എങ്ങനെയാ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ. റെറ്റിനയില് ഈ ലൈറ്റ് എനിക്ക് എക്കോ ആണ് കേൾക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റെറ്റിനയില് എങ്ങനെയാണ് ഒപ്റ്റിക് നെർവ്സ് എന്താണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്? ആർക്കാ പറയാൻ പറ്റുക? ദാറ്റ് ഈസ് ഒപ്റ്റിക് നെർവ്സ് ഇസ് ക്യാരിയിങ് സംതിങ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ അത് എന്താണ് ക്യാരി ചെയ്യണെന്നുള്ളത്? ഹൂ ഇസ് ഗോയിങ് ടു ടെൽ? ആരാത് പറഞ്ഞേ? ഓക്കെ, അനന്യക്ക് പറയാൻ പറ്റോ? ഇലക്ട്രിക് സിഗ്നൽസ് ആണ്. യെസ്, ആദിത്യ. Carry all the nerve impulses. ഇമ്പൾസസ് എന്നും പറയാം. ഇലക്ട്രിക് സിഗ്നൽസ് ആണ് ഒപ്റ്റിക് നെർവ്. അതായത് അത് ഞാൻ അടുത്ത ആളുടെ അടുത്ത് ചോദിക്കാം. അതായത് എന്താണ് ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി, എങ്ങനെയാണത് നമ്മളുടെ ഒരു ഒബ്ജക്റ്റിന്റെ ഇതിനെ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി മാറ്റുന്നത്? ഹൂ ഈസ് കൺവേർട്ടിംഗ് ദ ലൈറ്റ് ഇൻ ടു ഇലക്ട്രിക് സിഗ്നൽസ്? ആരാ ചെയ്യുന്നത്? രാഘവ്, ദർശിനി, ക്യാൻ യു ടെൽ മീ? Light sensitive. ആരാ മ്യൂട്ട് ചെയ്യാതിരിക്കണേ? Can you please tell me, നമ്മുടെ റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പം അവിടെ എങ്ങനെയാണ് ഇലക്ട്രിക് സിഗ്നൽസ്, എന്താണ് ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്, റൈറ്റ്? അപ്പം അത് ഏത് പാർട്ട്, അതായത് റെറ്റിനയിലുള്ള എന്താണ് ഈ ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്? The retina acts as a light sensitive screen. Retina act as എന്നല്ല, retina contains. Okay. Contains light sensitive. Yes. Specialized cells that converts light energy into electrical signals. Yes, very good. That is, retina has a enormous number of light sensitive cells in it that convert the light energy into electric signals, and that signals are carried out by the optic nerve that reach the brain, and brain gives the signal back to the eye, and we are able to see the objects. Okay, is it clear? ഇത്രയും questions answer ചെയ്ത് കഴിഞ്ഞായിരുന്നോ? എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ, ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. നമ്മളിപ്പം ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോ വർക്ക്ഔട്ട് സെഷൻ അത് കോർണിയ, ലെൻസ്, ഐറിസ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെ? സോ ഐ എം ഗോയിങ് ടു കോൾ ജോർദാൻ. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ്, അല്ലെങ്കിൽ വാട്ട് ഇസ് എന്താ ഉള്ളത്, അക്വസ് ഹ്യൂമർ എന്താ? വാട്ട് ഇസ് അക്വസ് ഹ്യൂമർ? Hello? Aqueous humor function എന്താ? It is a watery fluid present between the cornea and lens. It nourishes the eye, keeps it inflated. Yes, very good, Jordan, very good. Okay. Can I move? Next. Yes, you can. Arunima, ഞാനിപ്പം കോർണിയ, ലെൻസ്, ഐറിസ് എന്നുള്ള അക്വസ് ഹ്യൂമർ ഇത്രയും പാർട്സ് എഴുതി. ഇതല്ലാതെയുള്ള ബാക്കി പാർട്സ് ഏതൊക്കെയാന്ന് പറയാമോ? Sorry, not Anurni, right? Arunima. Where are you, Arunima? Okay. Ashtami, can you tell me?
Other parts? Retina, optic nerve. Retina, optic nerve, then കഴിഞ്ഞോ? പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? Blaze, can you tell me? ഇനി എന്തെങ്കിലും ഉണ്ടോന്ന്? Vitreous humor. Yes, vitreous humor is there. പിന്നെ cornea, lens, iris, vitreous humor. പിന്നെന്താ? വേറെ എന്തെങ്കിലും ഉണ്ടോ? Lens. Lens is already there. Yes, Arja? Ciliary muscles. Yes, very good. Ciliary muscles. Okay. Ciliary muscles. Okay. These are the structure of eye എന്ന് പറയുമ്പോൾ ഇത്രയും parts ആണ് വരുന്നത് കേട്ടോ. These are the parts of structure of eye. One more is ciliary muscles മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്. അതിനകത്ത് is already answered. ഇനി ആർക്കാ പറയാൻ പറ്റാതെ? ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട് ഇത് പറയാത്തത്. നോറ, can you tell me? ഇതിൽ ഇനി ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് പാർട്ടാണെന്ന്? Lens. Lens is there, no? That Cornea, iris, pupil. yes. Pupil. Good. Pupil. Okay. Okay. These are the. Is it easy, right? Questions easy ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ടിന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഇത്രയും തന്നെ ഇതിൽ ചോദിക്കാനുള്ളൂ. ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. Let's discuss the answers. ഇനി ആൻസേഴ്സ് കിട്ടാത്തവർക്ക് ജസ്റ്റ് വെരിഫൈ. നിങ്ങൾ എല്ലാവരും എഴുതിയവര് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. I think, yeah, these are the answers. Answers നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? Right? Answers കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. Who is going to read? Gaurav, Yajwal? I think my system has some issue. End of the slide ലോട്ടൊക്കെ പോകുന്നു. ഒരു മിനിറ്റ്. Yeah, ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. എന്റെ ഐ തിങ്ക് അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അഗൈൻ ഐ വിൽ ഷെയർ ദ ആൻസേഴ്സ്.
ഒരു മിനിറ്റ് കേട്ടോ. Yeah, the answers ഉണ്ട്. Okay, Aditya, can you read the first 3 questions ഒന്ന് വായിക്കാമോ? What is the diameter of the eyeball? Answer: diameter of eyeball is equal to 2.3 centimeter. Okay. Then second, what is the near point of a normal eye? Answer: the near point of a normal eye is 25 centimeter. Okay. Third one, what is the far point of a normal eye? Answer: the far point of a normal eye is at infinity. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ പേര് പറഞ്ഞിരുന്നു. സോ ആർക്കൊക്കെയാണോ ആൻസേഴ്സ് വേണ്ടത്, ജെ ക്യാൻ റൈറ്റ് ഡൗൺ. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ്, explain the functions of the following part. Gaurav, can you read the first one? കോർണിയയുടെ ഫംഗ്ഷൻ പറയാമോ? Gaurav, are you there? Yeah, okay. Next, Jewel, can you read the first function of cornea? Cornea. Light enters the eye through a transparent membrane called cornea. The main function is to refract the light along with the lens. Yes, main function is to refract the light along with the lens. Very good. Lens. Okay. Yeah. മെയിൻ ഫംഗ്ഷൻ ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് മെയിൻ ഫംഗ്ഷൻ ഇസ് ടു റിഫ്രാക്ട് ദ ലൈറ്റ് along with the lens. Okay. Next, Meha, can you read the function of lens? Yeah, unmute ചെയ്തോളൂ. പറ്റുന്നില്ലേ? Yes, ma'am. Faiha? Yes. Okay, okay. Just read the second one. Lens. Function of lens. Function of lens വായിച്ചോളൂ. Meha, you just responded, right? But I got the mic muted. Yes, okay, now you can read. It is a transparent convex lens of an eye. The lens is attached to the ciliary body of ligaments. The lens, along with the cornea, refracts light so that it focuses on the retina. Yes, okay, good. നമുക്കറിയാം കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ ഇങ്ങനെയാണ് കോൺവെക്സ് ലെൻസ് ഉണ്ടാവുക. ഇതിൽ ലൈറ്റ്സ് എല്ലാം എന്ത് ചെയ്യാം, എന്താ ചെയ്യുന്ന ലൈറ്റ്സ് എല്ലാം, ദാറ്റ് ഈസ് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ലൈറ്റ് റേസ് റിഫ്രാക്ട് ചെയ്ത് എന്ത് സംഭവിക്കും, ഇറ്റ് ഫോക്കസസ് ഓൺ വൺ പോയിന്റ് അല്ലെ. ആ ഒരു ഫോക്കസിൽ അത് പോയിന്റ് ചെയ്യും. ഐ മീൻ ഇറ്റ് വിൽ ഫോക്കസസ്, റൈറ്റ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, കൺവേർജ് ആണ് ചെയ്യുക. നമുക്ക് എപ്പോഴും നമുക്കൊരു റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ ലൈറ്റ് റേസ് ഹാവ് ടു കൺവേർജ്.
ഓക്കെ, ലൈറ്റ് റേസ് കൺവേർട്ട് ചെയ്യണം. നിങ്ങളുടെ ലെൻസ് പഠിക്കുമ്പോൾ ലൈറ്റ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവാം. കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് ദ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഈസ് ഓൺലി പോസിബിൾ ഇൻ അവർ കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പം നമ്മുടെ കണ്ണിലുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. ഇതിൽ വേരിയേഷൻസ്, റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ വേരിയേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഐ ഡിഫക്ട്സ് ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യേണ്ടത്. ഈ ഫോർമേഷൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴാണ് നമുക്ക് നമ്മുടെ കണ്ണിലേക്കുള്ള ഷോർട്ട് സൈഡ്നെസ്, ലോങ് സൈഡ്നെസ് പോലുള്ള ഡിസീസസ് ഒക്കെ വരുന്നത്. ഐ മീൻ ഇറ്റ് ഇസ് നോട്ട് എ ഡിസീസ്, ഇറ്റ് ഇസ് എ ഡിഫക്ട്. വി ക്യാൻ കറക്റ്റ് ഇറ്റ് ബൈ യൂസിംഗ് ദ കറക്റ്റ് ലെൻസ്, സ്പെക്ടക്കിൾസ് എക്സെട്ര. ലെൻസസ് ഇപ്പം അവൈലബിൾ ആണല്ലോ. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും. ഓക്കെ, ഐറിസ്. ഐറിസ് ഹു ഈസ് ഗോയിങ് ടു റീഡ് ഐറിസ്? Adinath, can you read it? It's a pigmented colored portion of the eye visible externally. The main function of the iris is to control the diameter of the pupil according to the light source. Yes, the main function of the iris is to control the diameter of the pupil, right? Yes. Then. Okay. Jordan, what is the function of pupil? Hello. Pupil the function പറയൂ. Pupil പ്യൂപ്പിൾ എന്താ ചെയ്യാ? നമ്മള് വർക്കിംഗ് ഓഫ് ഐ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞല്ലേ, കോർണിയയിൽ നേരെ പ്യൂപ്പിളിലാ പോകണം. പ്യൂപ്പിൾ എന്താ ചെയ്യാ? പ്യൂപ്പിൾ എന്താ ചെയ്യാ? It regulate the control and amount of light entering the eye. Hello. Okay, that is it. Yeah, yes, it focuses the light, right, to the lens. Okay, it focuses the lights to lens. Okay. So it's regulate. അതും എഴുതാം. ഇറ്റ്സ് റെഗുലേറ്റ് എന്ന് പറയാം, പക്ഷെ കൂടുതലായിട്ടും എന്താ റെഗുലേറ്റ്, അതായത് ലൈറ്റ് ഇസ് പാസിംഗ് ത്രൂ ദ പ്യൂപ്പിൾ ആൻഡ് പ്യൂപ്പിൾ ഈസ് റെഗുലേറ്റഡ് ബൈ ഐറിസ്. അങ്ങനെയല്ലേ പഠിച്ചത് നമ്മൾ? ദാറ്റ് ഇസ് ആ കൺട്രോൾ ചെയ്യുന്ന ലൈറ്റ് സോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ലൈറ്റ് സോഴ്സ് ഇസ് പാസിംഗ് ത്രൂ ദ പ്യൂപ്പിൾ. ആ ലൈറ്റിന്റെ ഡിം ഓർ ബ്രൈറ്റ്, ഡിം ആണോ അത് ബ്രൈറ്റ് ആണോ അതിനനുസരിച്ച് അത് കൺട്രോൾ ചെയ്യുന്നത് ഐറിസ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ പ്യൂപ്പിൾ ജസ്റ്റ് ഫോക്കസസ് ദ ലൈറ്റ് ടു ദ ലെൻസ് ആൻഡ് ഇറ്റ് ഇസ് controlled by the iris. Okay. Okay. Yeah. Ciliary muscles in the function, Nazeeb, can you tell me? Hello. Ciliary muscles. Ciliary muscles in the function and it adjusted the focal length of convex. Yes, it adjusts the focal length. It adjusts the focal length of the convex lens because it is attached to the ciliary muscles. Ciliary muscles attach ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അത് എന്ത് ചെയ്യുന്നു? ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ആരും പറയാത്തൊരു സാധനമുണ്ട്. Vitreous humor. What is the function of vitreous humor? Muhammad Ansif. Are you there? Muhammad Ansif, are you there? No. Yes, Joel.
Yes. മിസ് ഈ പ്യൂപ്പിൽ ഉണ്ടല്ലോ, പ്യൂപ്പില് അതിന്റെ റേ ഓഫ് ലൈറ്റ് അത് പാസ് ആവുന്ന എന്താ റെറ്റിനയിലല്ലേ? അത് ഫോക്കസ് ചെയ്യുന്ന റെറ്റിനയിലല്ലേ? അതോ ലെൻസിലൂടെ ആണല്ലോ. ഇറ്റ് ഫോക്കസസ് ദ ലൈറ്റ് ടു ലെൻസ്, ദെൻ അതാണല്ലോ ലെൻസ് എന്നാണല്ലോ റെറ്റിനയിലോട്ട് എത്തുന്നേ, അല്ലേ? ബിഹൈൻഡ് ദ ലെൻസ് ആണല്ലോ റെറ്റിന ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെയും പറയാം. ഇറ്റ് ഫോക്കസസ് ദ ലൈറ്റ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസസ് ദ ലൈറ്റ്സ്. അത് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് പ്യൂപ്പിൾ മെയിൻലി ചെയ്യുന്നത്. ഡിം ആൻഡ് ബ്രൈറ്റ് ലൈറ്റിനനുസരിച്ച് നമ്മുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. ഓക്കെ, നമുക്കത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ദാറ്റ് ഇസ് ഇറ്റ്സ് ഡയലേറ്റ്സ് ഓർ ഇറ്റ്സ് അതിന്റെ എന്താ പറയുക, കോൺട്രാക്ട് ചെയ്യും, ഡയലേറ്റ് ചെയ്യും. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ഐറിസ് എന്ന് പറഞ്ഞ കേട്ടോ. ജീവ, ഐ എം കോളിംഗ് യു നൗ. ഇപ്പൊ ഒരു 4 പ്രാവശ്യമായി വിളിക്കുന്നു. ജീവൻ അവിടെ ഉണ്ടോ? മാം യെസ് മാം, എന്താ ഈ വൈട്രിയസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ എന്താന്ന് എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ആകെ ഇത് ഒരു ട്രാൻസ്പെറന്റ് ജെല്ലി-ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അത് ലെൻസിന്റെയും റെറ്റിനന്റെയും നടുക്കിരിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, അതന്നെ വേണ്ടുള്ളൂ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാൻ വി വിൽ സ്റ്റഡി ദിസ് ഇൻ ബയോളജി. നമുക്ക് അറിയേണ്ടത് ഇറ്റ് ഇസ് ജെല്ലി ലൈക്ക്, അതായത് അക്വസ് ഹ്യൂമർ ഉണ്ട് അല്ലെ? നമുക്ക് അക്വസ് ഹ്യൂമറും ഉണ്ട്. Aqueous humor is also there. Ayo, sorry. Aqueous humor is also there. Aqueous humor എന്ന് പറയുമ്പോൾ വാട്ടറി ഫ്ലൂയിഡ് ആണ്. ആൻഡ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുമ്പോൾ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ്. ആ വ്യത്യാസം മാത്രം അറിഞ്ഞു വെക്കുക. ഓക്കെ, ആൻഡ് അക്വസ് ഹ്യൂമർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ. ഏതിന്റെയൊക്കെ ഇടയിലാണ് അക്വസ് ഹ്യൂമർ സിറ്റുവേറ്റ് ചെയ്യുന്നത്? ആർജവ്, ക്യാൻ യു ടെൽ മീ എവിടെയൊക്കെയാ ഉള്ളത്? ഏതിന്റെയൊക്കെ ഇൻ ബിറ്റ്വീനിലാണ് അക്വസ് ഹ്യൂമർ ഉള്ളത്? Hello ma'am, hello ma'am. പറയൂ. Between the cornea and the lens. Yes, very good. Between the cornea and the lens. Vitreous humor, Aditya? Vitreous humor is situated in between the lens and retina. Yes, lens and retina. Retina. Okay, good. Okay, what is power of accommodation? Who is going to read this? Etoy, can you read this? Etoy. Etoy is not responding. Yes. Yes, read the definition of power of accommodation. Ability of an eyelens to adjust its focal length to see near and distance and objects clearly. For distant objects, ciliary muscles relax, lens becomes thin, focal length increases. Good. What about for near objects? Near object, ciliary muscles contract, lens becomes thick, focal length decreases. Or object focal length increases. Okay, good. Okay. Okay. Next, near point and far point. അല്ലേ? ഇതാരാണ് വായിക്കാൻ പോണേ? Yes, Franklin. Yes. Define the near point and far point of the human aim. Near point. Definitions: minimum distance at which I see. I see objective clear. Near point is equal to 25 centimeter. Far point. Definition: maximum distance at which I sees object clearly. Far point infinity. Yes, okay, good. Teacher, ഇതിനെ മുമ്പത്തെ ഒന്ന് കാണിക്കാം. Power of academician.
This one? ഇല്ല ഇതിന് ഇതന്നെ. ഓക്കെ ടീച്ചർ. Okay. Okay, these are the things that we have learned, right? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ഏതെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ടെൽ മീ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചതും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. മാക്സിമം അതായത് ഓൾ ആർ ഇൻക്ലൂഡഡ്, ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? യെസ്, ഓക്കെ മുഹമ്മദ് നസീബ്, ഐ ഗോട്ട് യുവർ ആൻസർ. Which is human answer കിട്ടിട്ടോ. Good, very good. Yeah. Okay, then നമ്മുടെ വർക്കിംഗ് ഓഫ് ഐ ഉണ്ട്. ഹു ഇസ് ഗോയിങ് ടു ടെൽ വർക്കിംഗ് ഓഫ് ഐ? വർക്കിംഗ് ഓഫ് ഐ എങ്ങനെയാണെന്ന് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ? ഐ എം ഗോയിങ് ടു കോൾ Anu Mitra. Can you explain the working of eye? Yes, ma'am. Yes. First, in the light rays coming from the object kept in the front of us enter through the cornea of the eye, passing through the pupil of the eye and fall on the eye lens. നമ്മൾ ഐ ലെൻസിലേക്ക് ഈ ലൈറ്റ് പാസ് ചെയ്യും. ആൻഡ് ദ ഐ ലെൻസ് ഇസ് എ കോൺവെക്സ് ലെൻസ്. അപ്പം കോൺവെക്സ് ലെൻസ് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. സോ ഈ ലൈറ്റ് റേസ് എന്താണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് റെറ്റിനയില് പ്രൊഡ്യൂസ് ചെയ്യും. So the light sensitive cells in the retina produce electrical signals and they are carried by the optic nerves to the brain. Yes. And the brain processes the information and sends the message back to the eye, and then we can see the object. Yes, okay, good, very good. Yeah. Thank you. I think all got the working of eye. ഇനി ആർക്കെങ്കിലും വർക്കിംഗ് ഓഫ് ഐയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അലിഷ ഫൈഹ, യു ജസ്റ്റ് ജോയിൻഡ്. ഇപ്പോഴാണോ ജോയിൻ ചെയ്തേ? അലിഷ and Ishan Dev. Ishan. Yes, ma'am. ഇപ്പോഴാണോ ഇഷാൻ ലേറ്റ് ആയോ? യെസ് മാം, എനിക്ക് പനി ഉണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിയായിരുന്നു. ക്ലാസ് ഉള്ളത് അറിഞ്ഞില്ല? ഞാൻ അലാം വെച്ചു, എന്നിട്ട് അലാം അടിച്ചില്ല. ആണോ? ഓക്കെ, വർക്ക്ഔട്ട് സെഷൻ ആയിരുന്നു. വി കവേർഡ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടെ ഇടും. അപ്പൊ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂട്ടാ. ഓക്കെ. വാട്ട് അബൌട്ട് അലീഷ? Okay, I think all the topics are clear. Alisha, you are not responding. Okay, നോക്കാം നമുക്ക്. നെക്സ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ആദികേശവ്, അലിഷ, മിഹ, നിങ്ങളുടെയൊക്കെ ക്യാമറ ഓഫ് ആണ് കേട്ടോ. കുറച്ച് പേർക്ക് റീസൺസ് പറഞ്ഞെങ്കിലും വി ക്യാൻ ടേൺ ഓൺ യുവർ ക്യാമറാസ്. ഓക്കെ, ബിക്കോസ് നമ്മൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങളുടെ എക്സ്പ്രഷൻസ്, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിയണം. അല്ലേ ഫ്രാങ്ക്ലിൻ എറ്റോയ്? നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാത്തത് എന്താ? ഐ എം ജസ്റ്റ് നോട്ടിങ് ദ നെയിംസ്. ഓക്കെ, ഞാൻ പേര് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഐ വിൽ ഇൻഫോം. Alisha, can you unmute? You are having some problem for unmuting. Mic doesn't work. Okay. Okay, done. Arunima, can you read the question and answer?
Arunima, are you there? Arunimയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ല. കുറെ പേർക്ക് ഇഷ്യൂ ഉണ്ടല്ലോ. ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം ജസ്റ്റ് റീഫ്രഷ് അല്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യൂ. നിങ്ങളുടെ സെറ്റിംഗ്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുള്ളോ എന്നുള്ളത് ചെക്ക് ചെയ്യൂ കേട്ടോ. ദേവതാര, ക്യാൻ യു റീഡ് ഇറ്റ് മോളെ? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. Yes, miss. Yes. Describe the nature of the image formed on the retina. Image formation in the eye. The image formed on the retina is real, inverted, diminished. Brain converts it into erect image. Yes. That is നമ്മൾ റെറ്റിനയിലുള്ള ഇമേജ് ഫോർമേഷൻ പറഞ്ഞു നമുക്ക് കിട്ടുന്നത് ഇതാ ഇങ്ങനെയുള്ള ഇമേജ് ആണ് അല്ലെ, ഇൻവേർട്ടഡ് ആണ് അല്ലെ, റിയൽ ആണ്. അൺഡിമിനിഷ്ഡ് എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ ഒബ്ജക്റ്റ് എത്ര വലുതാണോ അതിന്റെ വളരെ ചെറിയൊരു ഇമേജ് ആയിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നുണ്ടാവുക. ഇതിനെ എന്ത് ചെയ്യുന്നു, ഇമ്പൾസസ് ആക്കി ഒപ്റ്റിക് നെർവ് ക്യാരി ചെയ്ത് ബ്രെയിനിലോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെയിൻ മേക്ക് ഇറ്റ് ദാറ്റ് ഇറക്റ്റ് ഇമേജ്. ദാറ്റ്സ് വൈ വി ആർ സീയിങ് ദ കറക്റ്റ് പ്രോപ്പർ. ഒരു ട്രീ എന്ന് പറയുമ്പം ഒരു ട്രീ ഉണ്ടെങ്കിൽ ആ ട്രീയുടെ ഇമേജ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെറ്റിനയിൽ ഫോം ചെയ്യുക അത് ഇൻവേർട്ടഡ് ആയിട്ടും ചെറുതായിട്ടും ആയിരിക്കും. അത് ബ്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ കൺവേർട്ട് ചെയ്ത് ഇറക്റ്റ് ഇമേജ് ആക്കി മാറ്റുന്നത് കേട്ടോ. അപ്പം റെറ്റിനയിലെ ഫോർമേഷൻ ഇൻവേർട്ടഡ് ആണെങ്കിൽ ബ്രെയിനിൽ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് ഇറക്റ്റ് ഇമേജ്. ഓക്കെ, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് റെറ്റിന ഇൻ ദ വിഷൻ. ഹു ഈസ് ഗോയിങ് ടു റീഡ്? നൈവേദ്യ. Retina. The retina is a delicate membrane having enormous number of light-sensitive cells. The light-sensitive cells get activated upon illumination and generate electrical signals. These impulses are transmitted through the optic nerve to the brain where the image is interpreted. Yes, good. That is, retina is a delicate membrane having enormous number of light-sensitive cells. ആണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. Two types of cells ആണ് നമുക്ക് ശരിക്കും റെറ്റിനയിൽ വരിക, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. അതൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിക്കും. വി ഹാവ് എനോമറസ് ലൈറ്റ് സെൻസിറ്റീവ് സെൽസ്. അവർ ആക്ടിവേറ്റ് ആകും. ദേ ജനറേറ്റ് ഇലക്ട്രിക് സിഗ്നൽസ് ആൻഡ് ദീസ് ഇമ്പൾസ്, ആ ഇലക്ട്രിക് സിഗ്നൽസിനെയാണ് ആര് ക്യാരി ചെയ്ത് പോണ ഒപ്റ്റിക് നെർവ്സ് ബ്രെയിനിലോട്ട് എത്തുന്നത്. ഇമേജ് ഇന്റർപ്രറ്റഡ് ആവും. ദെൻ വി ആർ ഏബിൾ ടു സീ ദ ഇമേജ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ കോൺസെപ്റ്റ് ഡേ 1 നമ്മൾ പഠിച്ചതിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ഐസ് പഠിച്ചു. സ്ട്രക്ചർ ഓഫ് ഐസിൽ ഡിഫറെന്റ് പാർട്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാ ഡിഫറെന്റ് പാർട്സ് എന്ന് പറയണത്? ദാറ്റ് ഇസ് ഐറിസ്, പ്യൂപ്പിൾ അല്ലെ, ഐറിസ്, പ്യൂപ്പിൾ, കോർണിയ, സിലിയറി മസിൽസ്, അക്വസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ, റെറ്റിന, ലെൻസ്, ഒപ്റ്റിക് നെർവ് എക്സെട്ര. അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു അല്ലെ. അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? ആഫ്റ്റർ ദാറ്റ് വി ജസ്റ്റ് ലേൺഡ് അബൌട്ട് ഹൗ ദ വർക്കിംഗ് ഓഫ് ഐ. വർക്കിംഗ് ഓഫ് ഐ നമ്മൾ പറഞ്ഞൊരു ഡയഗ്രാം പോലെ പഠിച്ചിരുന്നു അല്ലെ. ആദ്യം ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൽ നിന്നും ലൈറ്റ് റേസ് ഇസ് കമ്മിങ് ടു കോർണിയ, കോർണിയയിൽ നിന്നും അത് എങ്ങോട്ട് പോകുന്നു? പ്യൂപ്പിൾ, പ്യൂപ്പിൾ ഫോക്കസസ് ഇറ്റ്സ് ഓൺ ദ ലെൻസ്, അതായത് ലെൻസിലോട്ട് വരും. ദെൻ റെറ്റിന, റെറ്റിനയിൽ നിന്നും ലൈറ്റ് റേസ് ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ക്യാരി ഔട്ട് ബൈ ഒപ്റ്റിക് നെർവ്, ഒപ്റ്റിക് നെർവ് ടു ബ്രെയിൻ, brain is processing it and give back the signal to the eye and we see the object അല്ലെ, we see the object. ഓക്കെ, അതിൽ നോട്ട് ചെയ്യേണ്ടത് റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, ബട്ട് ബ്രെയിൻ പ്രോസസ് ഇറ്റ് ടു ദി ഇറക്റ്റ് ഇമേജ്. ബ്രെയിൻ അതിനെ എന്താക്കി മാറ്റുന്നു? പ്രോസസ് ഇറ്റ് ടു ദി ഇറക്റ്റ് ഇമേജ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വർക്കിംഗ് ഓഫ് ഐയിൽ വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എബിലിറ്റി, അതായത് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെ. പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ഐ ടു അഡ്ജസ്റ്റ് ഇറ്റ് ഫോക്കൽ ലെങ്ത് അല്ലെ. ദാറ്റ് ഇസ് ഇഫ് ഇറ്റ് ഇസ് സീയിങ് നിയർ ബൈ ഓർ എ ഡിസ്റ്റന്റ് ഒബ്ജക്ട് അല്ലെ. അതിൽ രണ്ട് രീതിക്കാണ് സിലിയറി മസിൽസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് സിലിയറി മസിൽസ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റിലാക്സ് അല്ലെ. അപ്പം നിയർ ബൈ ഒബ്ജക്ട്സിനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട്. നിയർ ബൈ ഒബ്ജക്ട്സ് ആണെങ്കിൽ സിലിയറി മസിൽസ് കോൺട്രാക്ട്, ലെൻസ് ബിക്കം തിക്ക് ആൻഡ് ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. ഓക്കെ, ദെൻ ഫാർ ഒബ്ജക്ട്സിനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സിലിയറി മസിൽസ് റിലാക്സ്, ലെൻസ് ബിക്കം തിൻ ആൻഡ് ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? നിയർ പോയിന്റ് ആൻഡ് ഫാർ പോയിന്റ് ആയിരുന്നു അല്ലെ. ദാറ്റ് ഇസ് നിയർ പോയിന്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ ബുക്സ് ഒക്കെ റീഡ് ചെയ്യുമ്പോൾ ക്ലോസ്
നമ്മളുടെ അടുത്തോട്ട് കൊണ്ടുപോയ ബ്ലർഡ് ഇമേജ് ആയിരിക്കും. അപ്പൊ നമ്മൾ നോർമൽ വിഷൻ ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ആ ഡിസ്റ്റൻസ് ആണ് മിനിമം ഡിസ്റ്റൻസ് ആണ് 25 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ദ നിയർ പോയിന്റ് അല്ലെ. മിനിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ഐ സീ ഒബ്ജക്ട്സ് ക്ലിയർലി ഈസ് എ നിയർ പോയിന്റ്, ഓർ എന്ത് പറയാം, നമുക്ക് ലീസ്റ്റ് ഡിസ്റ്റിങ്ക്ട് വിഷൻ എന്നും പറയാം. ഓക്കെ, സോ ഓൾസോ നോൺ ആസ് ലീസ്റ്റ് ഡിസ്റ്റിങ്ക്ട് വിഷൻ. മാക്സിമം ഡിസ്റ്റൻസ്, നമുക്ക് മാക്സിമം ഹെൽത്തി വിഷൻ ഉള്ള ഒരാൾക്ക് മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ, ഇൻഫിനിറ്റി. അതിനെ നമ്മൾ ഫാർ പോയിന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഫാർത്തസ്റ്റ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഈ നിയർ പോയിന്റിലും ഫാർ പോയിന്റിലും അതുപോലെ ഇമേജ് ഫോർമേഷൻ റെറ്റിന എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജസിന്റെ ആ പൊസിഷനും നിയർ പോയിന്റ് ഫാർ പോയിന്റിലൊക്കെ ചേഞ്ചസ് വരുമ്പോഴാണ് നമ്മുടെ ഐസിന് മെയിൻ ആയിട്ട് എന്തുണ്ടാകുന്നത്, ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ അത് പഠിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഐ തിങ്ക് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? Is there any doubts? They can raise their hands and tell me. എന്തെങ്കിലും കാര്യത്തിൽ എന്തിനെങ്കിലും എക്സ്പ്ലനേഷനിലോ എന്തിനെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, പറയാം. നമ്മുടെ ഈസിയസ്റ്റ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണ്, നമ്മുടെ വർക്കിംഗ് ഒക്കെ പറയുന്നത് അല്ലെ. യെസ് യെസ് അഡ്നീൽ, ടെൽ മീ. മാം, ഒരു ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആണെങ്കിലല്ലേ അപ്പം അതിനൊരു ലിമിറ്റ് കാണത്തില്ലേ? അതായത് നമ്മൾക്കിപ്പം നോർമൽ വിഷൻ, അതായത് നമുക്കിപ്പം കണ്ണിന് ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എത്ര ദൂരമുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിലും അത് എന്താണെന്ന് കാണാൻ പറ്റുള്ളൂ. നമുക്ക് കണ്ണെത്തുന്ന ദൂരം, അതാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് നമ്മൾക്ക് ഹെൽത്തി വിഷൻ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ഒബ്ജക്റ്റും കാണാതാവുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്കത് ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഒരു സാധനം ഉണ്ടെന്നെങ്കിലും കാണാൻ പറ്റുമല്ലോ അല്ലെ. ആ ലിമിറ്റ് വരുന്ന കേസസ് എന്ന് പറയണതാണ് നമുക്ക് ഡിഫക്റ്റ് ആയിട്ട് മാറുന്നത്. നമുക്ക് അത്രയും ദൂരെയുള്ള ഒബ്ജക്ട്സ് കാണാൻ പറ്റാതാകുമ്പോൾ അതെന്തായിട്ട് മാറും, ഡിഫക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഇസ് വി ആർ ഏബിൾ ടു സീ ദ തിങ്. അവിടെ എന്താ ഉള്ളത് നമുക്ക് എത്ര ദൂരം, ഹെൽത്തി വിഷൻ ഉള്ള ഒരാൾക്ക് എത്ര ദൂരെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. കാരണം അത് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ കണ്ണ് ഡിഫക്റ്റ് വന്നു എന്നാണ് അർത്ഥം അല്ലെ. ഹെൽത്തി വിഷൻ ആയിട്ടുള്ള ഒരാൾക്ക് നിയർ 25 സെന്റിമീറ്റർ വെച്ചാലും അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണണം ക്ലിയർ ആയിട്ട്. അതിൽ കൂടുതലായാൽ അത് ഡിഫക്റ്റ് ആണ്. അതുപോലെ ഫാർത്തസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി, നമുക്ക് എത്ര ദൂരെയുള്ള ഒബ്ജക്ട്സ് നമുക്ക് എന്ത് ചെയ്യണം, കാണണം. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് എന്താണ്, ഡിഫക്റ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, അത് ഡിഫക്റ്റുകളുടെ സെക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും എന്താണ് ഇൻഫിനിറ്റിയിൽ നിന്നും മാറി ഒരു ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഇനി ആർക്കും ഒരു ഡൗട്ടും ഇല്ലെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. ബിഫോർ ദാറ്റ് ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. ദാറ്റ് ഈസ് ഇന്നലത്തെ ഡെയിലി എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയ ആൾക്കാരുടെ പേര് ഞാൻ വായിക്കാം കേട്ടോ. അലിഷ, അൻസേഫ്, നിരഞ്ജ്, മേഹ, അഷ്ടമി, നസീബ്, രാഘവദർശിനി, അരുണിമ, ജ്വൽ, ഫൈഹ, ദേവതാര, ധനഞ്ജയ്, അനാൻ, അനുമിത്ര, ബ്ലേസ്, അസ്ലം ആൻഡ് നോറ. കൺഗ്രാറ്റുലേഷൻസ് ആൾ. കുറെ പേർക്ക് 9 കിട്ടിയിട്ടുണ്ട്, കുറെ പേർക്ക് 8 കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കുറെ പേര് പറഞ്ഞു. ഐ തിങ്ക് അതൊന്നും ഒരു വിഷയമല്ല, കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്സ് എല്ലാവർക്കും വരാമല്ലോ. പക്ഷെ എനിക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ഐ എം സോ സാറ്റിസ്ഫൈഡ് ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പിക്സ് വളരെ ക്ലിയർ ആയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ ഐ എം ഹാപ്പി. ഐ തിങ്ക് യു ഗൈസ് ആർ ഓൾസോ ഹാപ്പി. ഓക്കെ, ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ്. നമുക്ക് നെക്സ്റ്റ് എക്സാമിന് ബാക്കിയുള്ളവർ നന്നായി പഠിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. Yeah. Okay, thank you. Thank you. Thank you. Yes.